റമദാൻ മാസമാണ് എങ്കിൽ പണ്ടൊക്കെ വെള്ളിയാഴ്ച ഒന്നാമത്തെ സൊഫിൽ നിസ്കരിക്കാനൊരു സ്ഥലം കിട്ടണമെങ്കിൽ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാനുള്ളതാ പറയണ, ഒരു 10 മണിക്ക് തന്നെങ്കിലും എത്തേണ്ടിയിരുന്നു അല്ലേ? ഇപ്പം ബാങ്ക് കൊടുക്കുമ്പോൾ വന്നാലും വേണമെങ്കിലും ഒന്നാമത്തെ സൊഫ് തന്നെ സ്ഥാനം കിട്ടും എന്നുള്ള അവസ്ഥയായി മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നോമ്പ് നമ്മളിൽ പ്രത്യേകിച്ച് യാതൊരു ഇൻഫ്ലുവൻസും ചെലുത്തുന്നില്ല എന്നാ മനസ്സിലാണ്. നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഹറാമ് കാണുന്നവർ അവർ കാണുന്നു, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ജമാഅത്ത് ശീലിക്കാത്തവർ ജമാഅത്തിന് ഇപ്പോഴും കൂടുന്നില്ല, പലിശ വാങ്ങി കഴിക്കുന്നവർ റമദാൻ മാസമാണ് എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കുന്നില്ല. ഇല്ലാ മൻഷാ അല്ലാഹ്, വളരെ കുറഞ്ഞ ആളുകൾ മാറ്റമുണ്ട്. അല്ലാഹു തആല ആ കുറഞ്ഞ ആളുകളെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഓപ്പറേഷൻ സുഭാഷ്, നിങ്ങളാരോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇനിയിപ്പോൾ ഓൺലൈനുള്ളവർ ഓപ്പറേഷൻ സുഭാഷ് എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. എന്താ ഈ ഓപ്പറേഷൻ സുഭാഷ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ കൊച്ചി മെട്രോയുടെ തൂണിൻ്റെ മേലെ 2 ആഴ്ചയായി സുഭാഷ് എന്ന് പറഞ്ഞ ഒരു പൂച്ച കുടുങ്ങിക്കിടന്നു. എങ്ങനെയാണ് ആ പൂച്ച അവിടെ എത്തിയത് എന്ന് ഇന്നും കൃത്യമായി ആരും പറഞ്ഞു തന്നിട്ടില്ല. ചെറുപ്പക്കാർ പലരും അവർ ശ്രദ്ധിച്ചു, ഒരു പൂച്ച ഈ കൊച്ചി മെട്രോയുടെ തൂണിൽ ഉയരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ പലരും തമ്മിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു, ചർച്ച ചെയ്തു, പല ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചു. ഫയർഫോഴ്സും പോലീസും റെസ്ക്യൂ ടീമും മാത്രമല്ല ചെറുപ്പക്കാരുടെ കൂട്ടായ്മകളും ഒക്കെ ചേർന്ന് ആ പൂച്ചയെ താഴെ ഇറക്കാൻ ഒരുപാട് ശ്രമം നടത്തി. ഓൾ അറ്റംപ്റ്റ്സ് വേർ ഇൻ ഫെയിലിയർ. എല്ലാവരുടെയും ആ ശ്രമം അത് വൃഥാവിലായി. നമ്മുടെ CEO ഡോക്ടർ അബ്ദുസ്സലാം സാഹിബ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അവസാനം മെട്രോ സർവീസ് ഏതാനും മണിക്കൂറുകൾ നിർത്തിവെക്കേണ്ടി വന്നു. ലൈനിലൂടെയുള്ള വൈദ്യുത ബന്ധം ഡിസ്കണക്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ക്രെയിനുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചു താഴെ ആംബുലൻസ് തയ്യാറാക്കി നിർത്തി. കരിപ്പൂർ എയർപോർട്ടിൽ വിമാനാപകടം ഉണ്ടായതൊരു റമദാനിലാണല്ലോ. റെസ്ക്യൂ പ്രവർത്തനം നമ്മളൊക്കെ കണ്ടതാണ്. ആവശ്യമായ ഡോക്ടർമാർ, അതുപോലെ ആംബുലൻസ്, എല്ലാ സൗകര്യം. ഇതേപോലെ ഒരു പൂച്ചയെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് തൊട്ടടുത്ത് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുണ്ട്. ആ ഹോസ്പിറ്റലിലെ ICUവിൽ കൊണ്ടുപോയിട്ട് ഈ പൂച്ചയെ ചികിത്സിച്ചു. സുഭാഷ് ഇന്ന് ആരോഗ്യവാനായി കഴിയും. ഈ റെസ്ക്യൂ പ്രവർത്തനം നടന്നത് കേവലം 5 ദിവസം മുമ്പാണ്. അതിൻ്റെ മുമ്പ് 2 ആഴ്ച ഈ പൂച്ച ആ പറഞ്ഞ മെട്രോയുടെ തൂണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അവസാനം ഇത് ചത്തുപോകും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് ഈ അങ്ങേ അറ്റത്തെ ശ്രമകരമായൊരു ദൗത്യം നമ്മുടെ എല്ലാ ഏജൻസികളും കൂടി, ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയും അല്ലാത്തവരുമൊക്കെ കൂടിയെടുത്ത് അതിനെ രക്ഷപ്പെടുത്തി. എന്താണ് പ്രിയപ്പെട്ടവരെ ജനങ്ങൾ ഒരു പൂച്ചയുടെ കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധ ചെലുത്താനുണ്ടായ കാരണം? ആ മനുഷ്യന്മാർക്കൊക്കെ ആ മിണ്ടാപ്രാണിയോട് അങ്ങേ അറ്റത്തെ സ്നേഹം തോന്നി. മാത്രമല്ല, അതിന് മുന്നിട്ടിറങ്ങിയ ചെറുപ്പക്കാരനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സലാം ഡോക്ടർ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാചകരായ മുഹമ്മദ് നബിയുടെ ഒരു വചനം നേരത്തെ കേട്ടിരുന്നു. എന്താണ് ആ പ്രവാചകർ പറഞ്ഞ വചനം? ദഖലത് ഇംറഅത്തുൻ അന്നാറ ഫീ ഹിറത്തിൻ.
ഒരു പൂച്ച കാരണമായി ഒരു സ്ത്രീ നരകാവകാശിയാകേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ ഉമ്മത്തിനെ നമ്മുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു പൂച്ച കാരണമായിട്ട് ഒരു സ്ത്രീ നരകാവകാശിയാകാൻ എന്തേ കാരണം എന്നതുകൂടി ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ച് കാണിക്കുകയാണ്. ആ പെണ്ണ് ആ പൂച്ചയെ കെട്ടിയിട്ടു. ഒരു കൗതുകത്തിന് വേണ്ടി കുറച്ച് സമയം കെട്ടിയിടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു അപരാധമായി അതിനെ പറയേണ്ടതില്ല. നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഒരുപാട് ഡൊമസ്റ്റിക് ആനിമൽസ് ഉള്ളതാണ്. നമ്മൾ തത്തയെയും മറ്റുമൊക്കെ കൂട്ടിലടക്കുന്നു, അക്വേറിയം വീടുകളിൽ സ്ഥാപിക്കുന്നവരൊക്കെയാണ്. അതിൻ്റെ മസലയൊന്നും എന്നോട് ചോദിക്കരുത് ഇപ്പം. ഏതായാലും ഈ പെണ്ണ് ആ പൂച്ചയെ കൂട്ടിലാക്കി, എന്നിട്ട് ആ പൂച്ചക്ക് കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ കൊടുത്തില്ല. മാത്രമല്ല കൂട് തുറന്നു വിട്ടതുമില്ല. എന്നാൽ പൂച്ച അതിൻ്റെ അന്നം തേടി സ്വതന്ത്രമായി അതിന് പോകാമായിരുന്നു. അങ്ങനെ ഈ പൂച്ചയുടെ ജീവനാശം സംഭവിക്കാൻ കാരണക്കാരിയായ പെണ്ണ് നരകാവകാശിയാണ് എന്ന ഹദീസ് ലഈഫായ ഹദീസ് അല്ല പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹിമഹുല്ല തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ഇത് കൊണ്ടുവന്ന ഉടനെ മറ്റൊരു ഹദീസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത സംഭവം കൂടി പറഞ്ഞിട്ടേ പറയൂ. 2 ദിവസം മുമ്പാണ് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ രാവിലെ റമദാനാണെങ്കിലും 1.5 മണിക്കൂർ വ്യായാമം ചെയ്യുന്ന. ആ വ്യായാമം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ന്യൂസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ആ നേരത്ത് ടെലിവിഷൻ ന്യൂസിലാണ് ഈ 2 ന്യൂസും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രണ്ടാമത് പറഞ്ഞത് കോഴിക്കോട് ഉള്ളിയേരിയിലാണ്. പൂച്ചയുടെ തല ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ കുടുങ്ങി. ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് തലയൂരാൻ കഴിയാതെ ഈ പൂച്ചയല്ല നായ ഓടാൻ തുടങ്ങിയപ്പോൾ ചില ചെറുപ്പക്കാർക്കൊക്കെ വല്ലാത്ത സഹതാപം തോന്നി. അവർ ഈ നായയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പിടിക്കണം, അതിനു വേണ്ടി ശ്രമിച്ചു. സാധിക്കുന്നില്ല. ഈ നായ അടുത്ത് ഈയിടെ പ്രസവിച്ച ഒരവസ്ഥയിലായിരുന്നു. അതിൻ്റെ കൂട്ടിൽ ഒരു മാളത്തിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. ആ കൂടിൻ്റെ അടുത്തേക്കാണ് ഈ പൂച്ച ഓടുന്നത്. പക്ഷേ കണ്ണും കാണുന്നില്ല, ഒന്നും കുടിക്കാനും പറ്റുന്നില്ല, കഴിക്കാനും പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ മക്കളെ നോക്കാനും കഴിയാതെ ആ 3 മക്കളും ചത്തു. ഈ രംഗം കണ്ട ചെറുപ്പക്കാരൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് അവർ ഒരു സന്നദ്ധ ടീമിനെ തന്നെ ഒരുമിച്ച് കൂട്ടി ആ നായയെ 4 ഭാഗത്തുനിന്നും കൂടി വളഞ്ഞ് രക്ഷപ്പെടുത്തിയ സംഭവവും നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായി. എന്തേ ഒരു നായയെ രക്ഷപ്പെടുത്തണം എന്നറിയണം? നായയാണെങ്കിലും ജീവനുള്ള സാധനമാണ്, പൂച്ചയാണെങ്കിലും ജീവനുള്ള സാധനമാണ്, ഹിന്ദുവാണെങ്കിലും ജീവനുള്ളവനാണ്, മുസ്ലിമാണെങ്കിലും ജീവനുള്ളവനാണ്, ക്രിസ്ത്യാനിയാണെങ്കിലും ജീവനുള്ളവനാണ്. മതം പാടില്ല, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും അവർക്കൊക്കെ എബോ ഓൾ ദിസ് കൺസിഡറേഷൻ, ഇതിൻ്റെയൊക്കെ മേലെ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു ലിവിങ് ബീയിങ് എന്ന് പറഞ്ഞ ഒരു അസ്തിത്വമുണ്ട്. അതിന് ഇസ്ലാം വലിയ വിലയാ നൽകുന്നു. ഈ നായയെ രക്ഷപ്പെടുത്തിയ ചെറുപ്പക്കാർക്ക് ആ നായയോട് കാരുണ്യം തോന്നി. ആ പൂച്ചയെ രക്ഷപ്പെടുത്തിയവർക്ക് ആ പൂച്ചയോട് കരുണ തോന്നി. മുസ്ലിമിലെ 2ാമത്തെ ഹദീസ്, നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടുപറകെ എന്നുള്ള അർത്ഥത്തിൽ ആ 2ാമത്തെ ഹദീസ് എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും പുതുതായിട്ട് മുസ്ലിം തുറന്നു വെച്ച് 2ാമത്തെ ഹദീസ് ഉസ്താദ് പറഞ്ഞതല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ ഉള്ളത്. പ്രധാനമന്ത്രിജിയെ കണ്ട് നമ്മുടെ സുൽത്താനുൽ ഉലമ തിരിച്ചു പോന്നപ്പോൾ ഏതോ പത്രക്കാർ ചോദിച്ചു, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണോ? ഞങ്ങളോടൊക്കെ ഏത് നാട്ടിൽ ചെന്നാലും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ. ഞങ്ങളൊക്കെ പറയണ മറുപടി എന്താണെന്നറിയോ? വി the people of India, we have a very, very strong constitution. The preamble of our constitution itself gives a very clear picture what is India and what should be India.
നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ, അതിൻ്റെ മുഖവുരയിൽ തന്നെ സെക്യുലറിസവും സോഷ്യലിസവും സോവറിൻറ്റിയും ഡെമോക്രസിയും റിപ്പബ്ലിക്കാണ് എന്നതും മാത്രമല്ല, ഇക്വാളിറ്റി, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം എല്ലാം പറഞ്ഞ് ഇവിടെ ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ ലിംഗ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഇത്രയും കൃത്യമായി പറഞ്ഞ ഒരു ഭരണഘടന വേറെ ലോകത്തെവിടെയില്ല. അങ്ങനെയുള്ള ഭരണഘടനയടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ആലിമ് ലോകത്ത് ലോ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ എൻ്റെ ഇബാറത്തൊന്ന് ശ്രദ്ധിച്ചു പറയാം. എൻ്റെ അറിവിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഈ നോളജ് സിറ്റിയിൽ ലോ കോളേജ് ഉണ്ടാക്കിയതുപോലെ വേറെ ഒരു ആലിമ് ലോ കോളേജ് ഉണ്ടാക്കിയ എൻ്റെ അറിവിലില്ല. ഒരു പക്ഷേ വേറെ എവിടെയെങ്കിലും ഉണ്ടാകാം. ഞങ്ങളിന്ന് നൂറുകണക്കിന് വക്കീലന്മാർ കോടതിയിൽ ചെന്നിട്ട് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് സംസാരിക്കുന്നവരും വാദിക്കുന്നവരും ഒക്കെയാണ്. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോകത്തെവിടെ പോയാലും പറയും, നിങ്ങളെ രാജ്യം മുസ്ലിം രാജ്യമാണല്ലോ, നിങ്ങളെ ഭരണഘടനയിലുണ്ടോ എല്ലാ മതക്കാർക്കും ഇതുപോലത്തെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന? ആർക്കും കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, ആസ് ലോങ് ആസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രൊട്ടക്റ്റഡ്, മുസ്ലിംസ് ആർ പ്രൊട്ടക്റ്റഡ് ഹിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഭരണഘടന ഉള്ള കാലത്തോളം മുസ്ലിമീങ്ങൾ സുരക്ഷിതർ തന്നെ. അതേസമയം ഭരണഘടന വരെ വില വെക്കാത്ത ആളുകളുണ്ട്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്. അതിന് അവിടേക്കൊക്കെ പോകണോ? 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് അറിയാത്തവർ എത്ര ആളുണ്ട് നമ്മളെ കൂട്ടത്തിൽ? ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ അറിവുള്ള എത്ര ആളുകൾ നിസ്കരിക്കാത്തവരുണ്ട് എന്നുള്ളൊന്ന് കണക്കെടുത്ത് നോക്കി. അള്ളാഹു നൽകിയ ഭരണഘടന അംഗീകരിക്കാൻ അതിൻ്റെ ആൾക്കാരായ നമ്മൾ തന്നെ തയ്യാറാകുന്നില്ല എങ്കിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഭരണത്തിലെത്തുമ്പോൾ അവർക്ക് അനുകൂലമായി ഭരണഘടന മാറ്റാനും മറ്റുമൊക്കെയുള്ള ശ്രമം നടത്തും. അതിനൊക്കെ നേരിടാനുള്ള സംവിധാനം വരെ കൃത്യമായി പറഞ്ഞച്ച ഒരു ഭരണഘടനയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവരെയും രക്ഷപ്പെടുത്തണം. അപ്പം ഞാൻ പറഞ്ഞത് കാന്തപുരം ഉസ്താദിൻ്റെ അത്തരം പ്രസ്താവന വരെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യാനൊരുങ്ങാണ്. അതുകൊണ്ട് ഞാൻ മുസ്ലിമിൻ്റെ 2ാമത്തെ ഹദീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുസ്ലിമിൻ്റെ 2ാമത്തെ ഹദീസ് ഒന്ന് കാണിച്ചു തരുന്ന തന്നെ ആരെയും വെല്ലുവിളിയായിട്ട് വന്നുകൂടായല്ല. ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ ഹദീസിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹദീസ്. അവിടെ എന്താ പറയുന്നത്? ദഖലത്ത് ഇംറഅത്തുൻ അൽ ജന്ന. ഒരു സ്ത്രീ സ്വർഗാവകാശിയാകാനുള്ള കാരണം ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു നായയാണ്. എന്തേ ഒരു നായ ഈ പെണ്ണിന് സ്വർഗപ്രവേശം ഗ്യാരണ്ടി നൽകാൻ പറ്റിയ കാരണമായി മാറിയത്? ദാഹിച്ചു വരണ്ട് ഒരു നായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതൊരു പെണ്ണ് കാണുകയാണ്. ആ പെണ്ണ് ആലോചിച്ചു, പടച്ചവനെ, ജീവനുള്ളൊരു സാധനം ദാഹിച്ചിട്ടാണല്ലോ ഇത് വലയുന്നത്, ഇതിനൽപ്പം വെള്ളം എവിടെന്നെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. പെണ്ണെവിടെയെങ്കിലും ജലസ്രോതസ്സുണ്ടോ എന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു കിണർ കാണുന്നത്. പക്ഷേ ആ കിണറിൽ വെള്ളമുണ്ടെങ്കിലും വളരെ ആഴത്തിലാണ് വെള്ളം. വെള്ളം കോരാൻ ഒരു സംവിധാനവുമില്ല. പരിസരത്തെവിടെങ്കിലും വല്ല വീട്ടുകാരുണ്ടോ നോക്കി, ആരുമില്ല, മരുഭൂമിയാണ്. അവസാനം ഒരു പൊന്തക്കാട് കുറച്ചകലെ ഈ പെണ്ണിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. ആ പൊന്തക്കാടിൽ ചെന്ന് അവിടെ വലിയ നീളമുള്ള ഒരു വള്ളി, ആ വള്ളിച്ചെടി കണ്ടപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഒഴിവാക്കി ആ വള്ളിച്ചെടി അറുത്തുകൊണ്ട് വരികയും തൻ്റെ ആ ഷൂമൽ അവർ ആ വള്ളി കെട്ടിക്കൊണ്ട് കിണറ്റിലേക്ക് ഇറക്കി ആ ഷൂവിൽ വെള്ളം കോരിക്കൊണ്ട് ഈ നായക്ക് കൊടുത്തു. ആ ജീവൻ രക്ഷ എന്ന് പറയുന്ന വലിയ ദൗത്യം. ജീവൻ രക്ഷ എന്ന് ഇപ്പോൾ പറഞ്ഞുകൂടാ. രാഷ്ട്രീയക്കാർ പലരുടെയും ജീവൻ രക്ഷ എന്നുള്ള പ്രയോഗമൊക്കെ അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ഇനി വേറെ അർത്ഥമൊന്നും കൊടുക്കണ്ട. ഞാൻ പറഞ്ഞത് റിയൽ ജീവൻ രക്ഷയാണ്. ആ ജീവൻ രക്ഷിച്ച കാരണത്താൽ ആ സഹോദരി, ആ സ്ത്രീ സ്വർഗാവകാശിയായി മാറി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹിമഹുല്ല മറ്റേ ഹദീസിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരിക. ഈ രണ്ട് സംഭവവും പ്രിയപ്പെട്ടവരെ ഞാൻ ഉദ്ധരിച്ചത്, ഞാൻ നീട്ടുന്നില്ല, പേടി വേണ്ട. ഈ രണ്ട് സംഭവവും ഉദ്ധരിച്ചത് എന്തിനാണ്? ഞാൻ ഖുതുബയിൽ സൂചന നൽകി. നമ്മുടെ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 തീരുകയാണ്. ഇനി ഒരു ദിവസവും കൂടിയേ ബാക്കിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ പടച്ചതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ത്വവ്വലല്ലാഹു ഉംറഹു ഉസ്താദ് അവറുകൾ പലപ്പോഴും ക്ലാസ് എടുത്ത് കേട്ടവരായിരിക്കും നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ചപ്പോൾ 100 റഹ്മത്തിനെയും പടച്ചു. ആ 100 റഹ്മത്തിലെ 99 റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇവിടെ 100 വയസ്സ് ജീവിച്ച ഒരാളാണെങ്കിൽ 100 വയസ്സായ ആൾ 100 വയസ്സ് കാലം മുഴുവൻ ഇബാദത്ത് ചെയ്തു എന്ന് വെക്കുക. അതിനുള്ള പ്രതിഫലാണെങ്കിൽ 100 കൊല്ലം സ്വർഗത്ത് കടത്തിയാൽ പോരെ? അല്ലെങ്കിൽ ഇരട്ടി കൊടുക്കുക എന്നുള്ള നിലക്കാണ് 200 കൊല്ലം മതി. 10 ഇരട്ടി എന്ന് വെക്കുകയാണെങ്കിൽ 1000 കൊല്ലം മതി. 70,000 ഇരട്ടി എന്നാണെങ്കിൽ അത്ര കൊല്ലം മതി. പക്ഷേ സ്വർഗം എന്ന് പറയുന്നത് കാലാകാലമുള്ളതാണ്. ലോകത്ത് നമ്മൾ ചെയ്ത അമലിനുള്ള കൂലിയൊന്നും അല്ല, അതും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്താണ്. ഈ ലോകത്ത് നമ്മൾ എത്ര കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ആ റഹ്മത്ത് പ്രിയപ്പെട്ടവരെ അവിടേക്ക് മാറ്റിവെച്ച 90 റഹ്മത്തുകൾ 99 റഹ്മത്താണ്. ഒരൊറ്റ റഹ്മത്ത് മാത്രമാണ് ഈ ദുനിയാവിന് വേണ്ടി അല്ലാഹു തആല പടച്ചത്. ആ ഒരു റഹ്മത്തിൻ്റെ തന്നെ 99% ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ടാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ബാക്കിയുള്ള ഒരു റഹ്മത്തിൻ്റെ ശകലമുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ മെട്രോയുടെ തൂണിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്താൻ ചെറുപ്പക്കാർക്ക് സാധിച്ചത്. ഉള്ളിയേരിയിലെ പ്ലാസ്റ്റിക് പാത്രം തലയിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്താൻ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ആ നാട്ടിലെ യുവാക്കൾ തയ്യാറായത് ഇതെല്ലാം ആ റഹ്മത്തിൻ്റെ ഭാഗമാണ്. ഒന്നുകൂടി പറയുകയാണ്, കല്യാണിക്കുട്ടി എന്ന കേവലം 4.5 വയസ്സുള്ള പെൺകുട്ടിയെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്നതും ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, 5-6 മാസം മുമ്പാണ് 4.5 വയസ്സ് മാത്രം പ്രായമുള്ള കല്യാണിക്കുട്ടി എന്ന ചെറിയ കുട്ടിയെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞു കൊന്നത്. ഇതെങ്ങനെ റഹ്മത്തായത് എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നത്. ആ അമ്മയെ കുറ്റപ്പെടുത്തുകയായിരുന്നു എല്ലാവരും. ചാനൽ ചർച്ചകളിൽ പഴയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ആ അമ്മ ഒരു സ്ത്രീയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതെന്താ? മെനിയാന്ന് നമ്മളൊക്കെ ഒരു കേസ് ശ്രദ്ധിച്ചില്ലേ? അമ്മയുടെ മൃതശരീരം അടുക്കളയിൽ കുഴിച്ചിട്ട ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞു അമ്മയെ കൊന്നു കുഴിച്ചിട്ടതായിരിക്കും. കേട്ടപാടെ നമുക്കും തോന്നി അതായിരിക്കും. പക്ഷേ അന്വേഷണത്തിൽ എന്താ ബോധ്യപ്പെട്ടത്? ടെലിവിഷൻ വാർത്തകളിൽ ആ വീടിൻ്റെ സ്വഭാവം കാണിച്ചു തന്നു. പരിസരത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അവിടെ ഒരു കുഴിയെടുത്ത് കുഴിച്ചിടാനുള്ള യാതൊരു മാർഗവുമില്ല. ഇദ്ദേഹത്തിന് വേറെ സ്ഥലമില്ല എന്ന് മാത്രമല്ല, ആരെയെങ്കിലും പണിക്ക് വിളിച്ച് അമ്മയുടെ മൃതശരീരം കുഴിച്ചിടിപ്പിക്കാൻ സംസ്കരിക്കാനുള്ള കാശുമില്ല. ഏത് ജാതിയായാലും ഏത് മതമായാലും പ്രിയപ്പെട്ടവരെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നവർ ഇന്നും ലോകത്തുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിച്ചു നൽകുമാറാവട്ടെ. ആ അമ്മയെ കുഴിച്ചിട്ട വിവരം പോലീസുകാരോട് അയാൾ പിന്നെ വിശദീകരിക്കുകയാണ്. ഒന്നുമില്ലാത്തത് കൊണ്ട്, ഒരാളെ വിളിച്ചാൽ കൂലി കൊടുക്കാൻ പോലും ഇല്ലാത്തത് കൊണ്ട്, പോലീസുകാരെ എൻ്റെ അമ്മയെ ഞാൻ ഈ വീട്ടിൻ്റെ അടുക്കളയിൽ കുഴിയെടുത്തുകൊണ്ട് കുഴിച്ചിട്ടതാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എങ്കിൽ നോക്കണം, ആ അമ്മയോടുള്ള സ്നേഹവും അമ്മക്ക് വേണ്ടിയുള്ള കരുതലും റഹ്മത്തുമാണ് അത് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണവും അതുപോലെയാണ്. ഈ അമ്മ പറഞ്ഞു,
നിങ്ങൾ എന്നൊരു പക്ഷേ ഭ്രാന്തിയാണ് എന്ന് വിളിക്കും. അതല്ലെങ്കിൽ എനിക്ക് സ്ത്രീത്വം തീരെ തൊട്ടു തീണ്ടാത്തവളാണ് എന്ന് നിങ്ങൾ പറയും. ഒരമ്മയാകാൻ യോഗ്യയല്ല എന്നും നിങ്ങൾ പറയും. പക്ഷേ എൻ്റെ കാര്യം നിങ്ങൾക്കറിയാമോ? ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ, ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ 3-ാം വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലമായി ഈ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്, ലൈംഗികമായി പീഡിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോട്, ഇയാളെ ജ്യേഷ്ഠനോട് പറഞ്ഞു, അയാൾ വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ ബാക്കിയുള്ളവരോട് പറഞ്ഞു, ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഈ കുട്ടിയുടെ ഇളയച്ചൻ അത്രയും നല്ല മനുഷ്യനാണ് അവരെ മുന്നിൽ. അവസാനം എനിക്ക് തോന്നി, ദൈവമേ, ഈ കുട്ടിയെ ഇനിയും ജീവിക്കാൻ അനുവദിച്ചാൽ ഈ കുട്ടി ഗർഭം ധരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകും. എനിക്ക് ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും സമാധാനം ലഭിക്കാതെ വരും. ഈ കുട്ടി എന്നോട് ചോദിക്കുന്നൊരു പ്രഭാതം വരും എന്ന് ഞാൻ കരുതുകയാണ്. അമ്മേ, നിങ്ങൾക്ക് എന്നെ ഒന്ന് കൊന്നു തന്നുകൂടായിരുന്നോ? മേഴ്സി കില്ലിങ് എന്നൊക്കെ നിയമം തന്നെ പലരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അമ്മക്ക് എന്നെ ഒന്ന് കൊന്നു തന്നുകൂടായിരുന്നോ? ഇങ്ങനെ എന്നെ ഒരു ഇരയെപ്പോലെ വേട്ടക്കാരൻ്റെ മുന്നിൽ കൊടുത്തയക്കണമായിരുന്നോ എന്ന് എൻ്റെ കുട്ടി വലുതാകുമ്പോൾ എന്നെ ചോദിക്കും. ഇതൊക്കെ കരുതി ആ കുട്ടിയോട് ദയ തോന്നിയിട്ടാണ് ഞാൻ പുഴയെ കൊണ്ടുപോയിട്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ റഹ്മത്ത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയതാണ്. ആ റഹ്മത്തിൻ്റെ 10 പ്രത്യേകിച്ച് നമ്മൾ ചോദിച്ചാൽ അല്ലാഹു തആല റഹ്മത്ത് ഇങ്ങനെ തരികയാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ഇമാമ് ചൊല്ലിത്തരുമ്പോൾ ഒരു 3 വട്ടം മാത്രം ചൊല്ലി മതിയാക്കുക എന്ന അവസ്ഥയിൽ നിന്ന് മാറി നമുക്കെപ്പോഴും അള്ളാഹുവിനോട് അത് ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥ വേണം. അല്ലാഹു തആല അവനിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.